എൻ്റെ പേര് നോമീസ് തോമസ്. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. എൻ്റെ വൈഫ് പേര് ടിൻറ്റു. ഞാൻ 2025 ഓഗസ്റ്റ് 20 ഉടമ്പടി എടുക്കുന്നത്. ഫസ്റ്റ് ഉടമ്പടിയിൽ 6 നിയോഗങ്ങളിൽ ഞാൻ എൻ്റെ വിവാഹത്തിൻ്റെ നിയോഗം മെയിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വിവാഹം വർഷങ്ങളിൽ നടക്കുന്നില്ലായിരുന്നു. അതായത് ഇപ്പോൾ എനിക്ക് ഏജ് 38 ആയി. വിവാഹത്തിന് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഫസ്റ്റ് പുതുക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഫസ്റ്റ് പുതുക്കലിൻ്റെ അന്ന് തന്നെ ഞാൻ വന്ന് ജോസഫച്ചനെ കണ്ടായിരുന്നു. ഫസ്റ്റ് പുതുക്കാൻ വന്നപ്പോഴത്തേന് ഞാൻ ജോസഫച്ചനെ കണ്ടു. ജോസഫച്ചനെ എന്തെങ്കിലും കണ്ട് തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചപ്പോഴത്തേന് അച്ഛൻ എന്നോട് ഞാൻ വിവാഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതെല്ലാം പറയുമ്പോഴത്തേന് അച്ഛൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ 54 ദിവസം നിനക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. 54 ദിവസം കഴിഞ്ഞ് അത് കഴിഞ്ഞ് അച്ഛനടുത്ത് കണ്ടുപോയി. അച്ഛനെനിക്ക് കാശുരൂപം തന്നു. അന്നേരം ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഒരു ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഈ കാശുരൂപം ഈ കല്യാണം പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് കൊണ്ടുപോകണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴും ആലോചനയൊന്നും വന്നിട്ടില്ല. അതുപോലെ അത് കഴിഞ്ഞിട്ട് അതുപോലെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നല്ലോ. എന്ന് വെച്ചാൽ കാരുണ്യ പ്രവൃത്തി അങ്ങനെയുള്ള ഭക്ഷണം കൊടുക്കുമായിരുന്നു, പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു എല്ലാ മാസവും. അങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഇതായിട്ട് അപ്പം ഇങ്ങനെ പൊതിച്ചോറുകൾ റെഡിയാക്കിക്കൊണ്ടിരുന്ന സമയത്താണ്, അതായത് ഈ അച്ഛൻ പറഞ്ഞ 54 ദിവസമായി, 54-ാം ദിവസം അന്നാണ് ഞങ്ങൾ ഈ ഭക്ഷണം കൊടുക്കുന്നത്. അന്നേരമാണ് ഈ ന്യൂസ് പേപ്പറിൽ ഈ ഭക്ഷണം പൊതിയാനെടുത്ത ന്യൂസ് പേപ്പറിൽ ഈ ഒരു വിവാഹാലോചന വന്നത്. ആ ഭക്ഷണം പൊതിയാൻ ഇങ്ങനെ എടുത്തപ്പോഴത്തേനാണ് ആ നമ്പർ ശ്രദ്ധിക്കുന്നത്. അമ്മയായിരുന്നു ആ പത്രം എടുത്തത്. അപ്പോൾ അമ്മ ഇങ്ങനെ ആ നമ്പർ കണ്ടു. അപ്പം നേരം ആ പത്രം എടുത്തിട്ട് അതുപോലെ നമ്മളന്ന് ഭക്ഷണം കൊടുത്തു. സാറിന് പോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലാണ് കൊടുത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേന് തിരിച്ചു വന്നിട്ട് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തപ്പോഴത്തേനും അവളുടെ ടിൻറ്റുവിൻ്റെ വീട്ടിലെടുത്ത് ഫോൺ എടുത്തപ്പോഴത്തേന് ഇങ്ങനെ സംസാരിച്ചു, കാണാൻ വരാൻ പറഞ്ഞു. അന്ന് പിന്നെ ഒരു 3-4 ദിവസത്തോളം കഴിഞ്ഞപ്പോഴത്തേന് പോയി ഡയറക്റ്റ് കണ്ടു. ഇവിടെ ടിൻറ്റു വൈഫ് ഇവിടെ നേഴ്സാണ്. നാട്ടിലില്ലായിരുന്നു, ലീവിന് വന്നേക്കുമായിരുന്നു. ലീവിന് വന്ന ടൈമാണ് പോയി കാണുന്നത്. വന്ന് കണ്ട് സംസാരിച്ചു. അങ്ങനെ ഞാൻ കാണാൻ പോയതിൻ്റെ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ തിരിച്ചുപോയി. അയർലൻഡിലായിരുന്നു. തിരിച്ചുപോയി. അവിടെ ഞങ്ങൾ എല്ലാം പറഞ്ഞുറപ്പിച്ച് 6 മാസത്തേക്ക് വെച്ചു. 6 മാസം കഴിഞ്ഞ് ഇവിടെ വിവാഹത്തിനായിട്ട് തിരിച്ചു വന്നു. അതായത് ഈ കഴിഞ്ഞ മെയിലാണ്, അതായത് 3 മാസം മുമ്പാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ വിവാഹത്തിന് മാത്രമല്ല ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വന്ന് ഓരോ തവണ വരുമ്പോഴും ഇതിനകത്ത് വന്ന് കയറുമ്പോൾ നമുക്ക് അതിൻ്റെ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വേറെ ചെറിയ അനുഭവമാണെങ്കിലും തന്നെ ഞാൻ പുതുക്കാൻ വന്ന സമയത്ത് അവിടെ നിൽക്കുമ്പോൾ പുതുക്കാൻ വേണ്ടി ഇത് എടുക്കാൻ വേണ്ടി നിന്ന സമയത്ത് ഞാൻ അവിടെ നിൽക്കും. മാതാവിൻ്റെ രൂപത്തോട് നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് ഞാനിങ്ങനെ മനസ്സിൽ പറയുമായിരുന്നു, മാതാവിൻ്റെ രൂപം ഒന്ന് കിട്ടുമായിരുന്നെങ്കിൽ. ഞാനിങ്ങനെ രൂപത്തിലോട്ട് നോക്കിയപ്പോഴത്തേന് രൂപത്തിൽ നിന്ന് തന്നെ എന്നോട് ഇങ്ങനെ മറുപടി പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിനക്ക് തന്നെയാണ് മാതാവിനെ കിട്ടുന്നതെന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ നമ്പർ വിളിച്ചപ്പോൾ കൃത്യം ഫസ്റ്റ് ഇത് മാതാവിൻ്റെ അത് എൻ്റെ കയ്യിലോട്ട് തരുമായിരുന്നു. അതേ സെയിം തന്നെ റിപ്പീറ്റ് 2ാമത്തെ പുതുക്കലിനും അങ്ങനെ തന്നെ. ഞാൻ ചോദിച്ചു, ഇത്തവണയും കിട്ടുമോ മാതാവിന് കിട്ടുമോ ചോദിച്ചപ്പം ഇതേപോലെ തന്നെ ആ രൂപത്തിൽ നിന്ന് അങ്ങനെ ഒരു ഇതാണ് നമുക്ക് ആ ഫേസ് നമുക്ക് രൂപത്തിലോട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ തന്നെ അപ്പം തന്നെ കൊടുത്തപ്പോൾ തന്നെ മാതാവിൻ്റെ ഇത് എൻ്റെ കയ്യിലോട്ട് തന്ന് രൂപം കിട്ടി. അതുപോലെ പിന്നെ രോഗസൗഖ്യം തന്നെ എനിക്ക് ഈ സൈനസൈറ്റിസിൻ്റെ ഭയങ്കര ഒരു ഇതായിരുന്നു. വർഷങ്ങളായിട്ട് സൈനസൈറ്റിസ് ഭയങ്കരമായിരുന്നു. എനിക്കൊരു തണുത്ത വെള്ളം ചക്കലം പോലും കുടിക്കാൻ പറ്റില്ല. അതുപോലെ ഒരു ചാറ്റുമഴ അടിച്ചാലും ഉച്ച കഴിഞ്ഞൊരു വൈകുന്നേരമൊക്കെ കഴിഞ്ഞ് തല നനച്ച് കുളിക്കാനേ പറ്റത്തില്ല. കുളിച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ തുമ്മലും പിന്നെ ഇവിടെ നേരെ കഫം കിട്ടും മൂക്കിലെല്ലാം. അത് മരുന്ന് ഒന്നും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല, പൂർണ്ണമായിട്ടത് മാറി കിട്ടി. എത്ര ലേറ്റായിട്ട് വെള്ളം കുളിക്കാൻ പറ്റുന്നുണ്ട്, തണുത്ത വെള്ളമൊക്കെ ആണെങ്കിലും കുടിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിലൊക്കെ ആണെങ്കിലും അമ്മയും എടുക്കുന്നതാണ്. അമ്മ 2019 മുതൽ ഉടമ്പടി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ, രോഗസൗഖ്യങ്ങൾ. ഇപ്പോൾ കാണ്ടിപ്രോട്ടിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പൊതിച്ചോറുകൾ കൊടുക്കാറുണ്ടായിരുന്നു ഹോസ്പിറ്റൽ വഴി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു മരിയ സദനം എന്ന് പറയുന്ന പാലായിലാണ്, കോട്ടയത്താണ് വീട്. പാലായിൽ അവിടെ പോയി അവർക്ക് ഇത് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് മുമ്പൊക്കെ ആണല്ലോ ഞാനിങ്ങനെ പറഞ്ഞ പോലെ വെളിയിലൊക്കെ പോകുമ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ പൈസ നമ്മൾ വെളിയിലിറങ്ങുമ്പോൾ ചോദിക്കുന്നവർക്കും അങ്ങനെ കൊടുക്കും. ഉടമ്പടി എടുത്തതിന് ശേഷമാണെങ്കിലും കൂടുതലും അതുപോലെ കൊടുക്കും അങ്ങോട്ട്. ഞാൻ
നോക്കും. നമ്മൾ കാണുമ്പോൾ ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നവർക്ക് മാത്രമല്ല, നമ്മളിപ്പോൾ പുറത്തോട്ടോ ടൗണിലോട്ടോ എവിടെയെങ്കിലും പോകുമ്പം നോക്കും ആരെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടോ, എന്തെങ്കിലുമൊക്കെ സൈഡിൽ നിൽക്കുന്നവരോ അങ്ങനെയൊക്കെ ഈ ഭക്ഷണം കഴിക്കാതെ അങ്ങനെയൊക്കെ നിൽക്കുന്നവരുണ്ടോ അങ്ങോട്ടായിട്ട് നോക്കിയിട്ട് ഞാനിപ്പോൾ കയ്യിൽ ഉള്ള പോലെ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ പത്രവും വന്ന് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ചില സാഹചര്യങ്ങൾ കാരണം ചില മാസങ്ങൾ വന്ന് വരാതെ പറ്റിയത് അങ്ങനെ അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥനകളിലൊക്കെ ആണല്ലോ ഇടയ്ക്ക് ഒരു ഇതൊക്കെ ചെറിയ ഇതൊക്കെ എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് പാലിക്കുന്നുണ്ട്, എന്നാലും ചില പ്രാർത്ഥനകൾ സമ്മതിക്കാതിരിക്കാൻ പറ്റുമോ, അങ്ങനെ ഒത്തിരി ഇതോളം വന്നിട്ടുണ്ട് എനിക്ക് ഇതിന് കൂടുതൽ ഉടമ്പടിയുടെ. പിന്നെ പത്രം ഇത് പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും പത്രം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റൽ വഴിയും പുറത്തുമെല്ലാം ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കും കൂടുതലും കൊടുക്കുന്നത്. ഇതെല്ലാം കാരണം ഉടമ്പടി ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഞാൻ പറഞ്ഞല്ലോ വിഭാഗത്തിൻ്റെ എല്ലാം കൊണ്ടും ഒരു മൊത്തം മനസ്സിന് തന്നെ നമുക്കൊരു ഒന്നും ഇതില്ലാതെ ഇരിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഉടമ്പടിക്ക് ശേഷം ഒരുപാട് എന്ന് വെച്ചാൽ പ്രാർത്ഥനയിലാണ്, ആത്മീയമായ ജീവിതത്തിലും പ്രാർത്ഥിക്കാൻ ഒരുപാട് മുമ്പ് അങ്ങനെ പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ജപമാല ചെല്ലുന്നതിലാണെങ്കിലും പ്രാർത്ഥിക്കാനാണെങ്കിലും ബൈബിൾ ചെയ്യുന്നതിലാണെങ്കിലും നമുക്കൊരു മടുപ്പ് വരുന്നത് എന്ന് വെച്ചാൽ അതിനോടൊരു താല്പര്യം വരുവാണ് നമുക്കിങ്ങനെ ചെല്ലണം, അല്ലെങ്കിൽ ബൈബിൾ വായിക്കണം, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. പിന്നെ നമ്മൾ ചിന്തിച്ചൊരു വചനം എടുത്താലും ഇപ്പം എന്തൊരു കാര്യത്തിൻ്റെ ഒരു സാഹചര്യം ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കുമ്പോൾ തന്നെ അങ്ങനെ തന്നെ ഇപ്പോൾ പ്രാർത്ഥിച്ചെടുക്കുമ്പോൾ അതിൻ്റെ രൂപത്തെ നോക്കി എടുത്താലും അത് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന വചനങ്ങൾ അങ്ങനെയൊക്കെ ഒരു ഇതിലേക്ക് കൂടുതൽ ഇതാകാൻ തുടങ്ങി. കൂടുതൽ ആത്മീയമായി ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. ഈ അനുഗ്രഹങ്ങളെല്ലാം ചൊരിഞ്ഞ പരിശുദ്ധ അമ്മയ്ക്കും വിശ്വയ്ക്കും 1000 നന്ദി. നന്ദി യേശുവേ സ്തുതി. സങ്കീർത്തനങ്ങൾ 40-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വച്ചിട്ടില്ല. അങ്ങയുടെ വിശ്വസ്തതയും രക്ഷയും പറ്റി ഞാൻ സംസാരിച്ചു. അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ മറച്ചു വച്ചില്ല. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് നോമിസ് തോമസ് കോട്ടയം തൻ്റെ അനുഭവസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് തനിക്ക് 38 വയസ്സായിട്ട് കല്യാണാചരണമൊക്കെ വരുന്നുണ്ടെങ്കിലും അത് പലതരത്തിൽ നടക്കാതെയും അതോടൊപ്പം തന്നെയാണെങ്കിലും തനിക്ക് തന്നെ ഒരു മുമ്പോട്ടുള്ള ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന രീതിയിലായിരുന്നു. എന്നാൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും തുടർന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ട് അച്ഛൻ തനക്ക് മുമ്പിൽ പറഞ്ഞു വെച്ചിരുന്നത് 54 ദിവസം എന്നതായിരുന്നു. എന്നാൽ ഉടമ്പടി ജീവിതത്തോട് ചേർന്നുകൊണ്ട് കാരണപ്പത്തിലേക്ക് കടന്നു പോകുമ്പോഴത്തേക്കും ഈ ദിവസത്തിൻ്റെ സമാപനം തന്നെയാണ് ഒരു പത്രത്തിലൂടെ തൻ്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഒരു അവസരം ഉണ്ടാകുകയും ചെയ്യുന്നത്. ഫോൺ നമ്പറിൽ വിളിക്കുകയും സംസാരിക്കുകയും അതേ തുടർന്ന് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും പരിശുദ്ധ അനുഗ്രഹത്താൽ തൻ്റെ വിവാഹമൊക്കെ നടക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും പുതുക്കാനായിട്ട് വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രദക്ഷിണമായിട്ട് വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സ്റ്റാച്ചുവായി രൂപം എടുക്കുമ്പോഴും മനസ്സിലുള്ള ആഗ്രഹം അതെടുക്കാനുള്ള ഒരു വലിയ ത്വരയും ആഗ്രഹമൊക്കെ കടന്നു വരുന്നത് പരിശുദ്ധ അമ്മ തന്നെ സ്നേഹിക്കുന്നുണ്ട്, ചേർത്ത് നിർത്തുന്നത് തന്നെയാണ്. പരിശുദ്ധ അമ്മയുടെ രൂപം വഹിച്ചുകൊണ്ട് ഉടമ്പടി പുതുക്കുവാനൊക്കെ ആയിട്ട് സാധിക്കുകയും ചെയ്തത്. പരിശുദ്ധ അമ്മ തൻ്റെ ആവശ്യങ്ങളിലും ജീവിതത്തിലും ഇടപെടൽ ഉണ്ട് എന്നുള്ളൊരു സൂചന മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും തനിക്ക് കിട്ടിയ രോഗസൗഖ്യമാണെങ്കിലും ശനീശ്വരുന്ന രോഗം പൂർണ്ണമായിട്ട് മാറാനായിട്ട് ഒരു തണുപ്പിൻ്റെതായ എന്തെങ്കിലുമോ അതെങ്കിൽ കുളിയെ സംബന്ധിച്ച് അതിൻ്റെ സമയം തെറ്റി കുളിച്ചു കഴിഞ്ഞാൽ ഈ അസുഖം കൂടുതൽ കൂടി വരുന്നല്ലാതെ കണ്ട കുറവൊന്നും ഉണ്ടായില്ലായിരുന്നു. എന്നാലും തുടർന്ന് ഉടമ്പടി നിരച്ച വസ്തുക്കളുടെ ഉപയോഗത്തോടും പ്രാർത്ഥനയുടെയൊക്കെ കൂടി അത് പൂർണ്ണമായിട്ടും രോഗസൗഖ്യം നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുകയും ചെയ്തു. തുടർന്ന് ജീവിതത്തോട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഇനിയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണ സാക്ഷിയായിട്ട് നോമിസ് തോമസിനെ കുടുംബത്തെ മാറ്റിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.